പാലക്കാട് KSRTC ബസ് മോഷ്ടിച്ച സംഭവത്തിൽ പ്രധാന പ്രതി പിടിയിൽ. മേപ്പറമ്പ് ഫാസിലാണ് പിടിയിലായത്. പാർക്ക് ചെയ്തിരുന്ന KSRTCയുടെ ഓർഡിനറി ബസ്സാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. അല്പസമയത്തിനകം പ്രതിയുമായി പോലീസ് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് തെളിവെടുപ്പിനെത്തും. അരുൺ ചേരുന്നു. അരുൺ, പറയൂ. ഈ മാസം 7-ാം തീയതിയാണ് പാലക്കാട് KSRTC ഡിപ്പോയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ബസ് KSRTC ബസ് മോഷ്ടിക്കപ്പെട്ടത്. രാത്രിയുടെ മറവിൽ ഇരുചക്ര വാഹനത്തിലെത്തിയ 2 യുവാക്കൾ ചേർന്നുകൊണ്ട് ഈ ബസ് മോഷ്ടിക്കുകയായിരുന്നു. ഈ കാണുന്ന പോലെ റോഡിൻ്റെ അരികിൽ വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. പൊതുവിൽ പാലക്കാട് KSRTC ബസ്സിലെ സ്റ്റാൻഡിലെ ബസ്സുകളൊക്കെ ഇങ്ങനെ ഡിപ്പോയുടെ പുറത്തുള്ള ഒരു ബൈപ്പാസ് റോഡാണ്. ആ റോഡിൻ്റെ അരികിലാണ് രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ നിർത്തിയിടാറുള്ളത്. അത്തരത്തിൽ നിർത്തിയിട്ട സമയത്ത് രാത്രി യുവാക്കൾ വന്ന് ഈ ബസ് മോഷ്ടിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഡിപ്പോയ്ക്ക് പുറത്തുള്ള പ്രധാന റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന KSRTCയുടെ ഓർഡിനറി ബസ്സാണ് മോഷ്ടാക്കൾ സ്റ്റാർട്ട് ചെയ്ത് എടുത്തു കൊണ്ടുപോയത്. നഗരത്തിൽ ഏകദേശം 4 കിലോമീറ്ററോളം ബസ്സുമായി കറങ്ങിയ മോഷ്ടാക്കൾ അന്ന് KSRTCയുടെ അധികൃതർ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ ഡിപ്പോയ്ക്ക് സമീപത്ത് തന്നെ ബസ്സിനെ ഉപേക്ഷിച്ച് പിന്നീട് ഓടിപ്പോവുകയായിരുന്നു. ഏതായാലും ഈ സംഭവത്തിലാണ് ഇപ്പോൾ പ്രതി പോലീസിൽ പിടിയിലായിരിക്കുന്നത്. മേപ്പറമ്പ് സ്വദേശിയായ ഫാസിൽ എന്ന യുവാവിനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പോലീസ് ഈ പ്രതിയുമായിട്ട് ഈ പരിസരത്തേക്ക് എത്തി തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 2 ആഴ്ചയ്ക്ക് മുൻപ് നടന്ന സംഭവമാണ്. പോലീസ് ആദ്യഘട്ടത്തിൽ പ്രതിയെ പിടികൂടാതെ ഇരുട്ടിൽ തപ്പുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിനെതിരെ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ സൗത്ത് പോലീസ് പ്രതിയെ പിടികൂടിയിരിക്കുന്നു. 2 പേരുണ്ടെന്ന് പറയുന്നു. അതിൽ ഒരാളെയാണ് പിടികൂടിയിരിക്കുന്നത്. ഫാസിൽ എന്ന പ്രതിയാണ്. ഈ ഫാസിലാണ് ഇതിലെ പ്രധാന പ്രതി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഏതായാലും ആ പ്രതിയുമായിട്ട് അല്പസമയത്തിനകം തന്നെ പോലീസ് ഈ KSRTC ഡിപ്പോയ്ക്ക് സമീപത്തെത്തി തെളിവെടുപ്പ് നടത്തും. ശരി, പാലക്കാട് KSRTC ബസ് മോഷ്ടിച്ച സംഭവത്തിലെ പ്രധാന പ്രതിയാണ് പിടിയിലായിരിക്കുന്നത്. ഈ ബസ് മോഷണം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞാണ് പ്രതിയെ പിടികൂടിയത്. ആദ്യം പോലീസ് ഇരുട്ടിൽ തപ്പുന്നൊരു രീതിയായിരുന്നു. എവിടെ പ്രതി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പോലീസ് പകച്ചുപോകുന്നൊരു സാഹചര്യം ഉണ്ടായതായാലും 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പ്രതി പിടിയിലാകുന്നത് എന്നുള്ളതാണ്. മേപ്പറമ്പ് ഫാസിലാണ് പിടിയിലായത്. അല്പസമയത്തിനകം ഈ പ്രതിയുമായി പോലീസ് അവിടെ എത്തി തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്.